പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മെയ് 27 ഇ ഡിയുടെ ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ 12 സ്ഥലത്ത് സമാന്തരമായി നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായി വിജയൻ്റെ മകൾ വീണയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുകയുണ്ടായി. ആ റെയ്ഡിലൂടെ അവർക്ക് നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. വീണയുടെ ഫോൺ അവർ പിടിച്ചെടുത്തു. വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളിപ്പോൾ പൊതുമണ്ഡലത്തിലുണ്ട്. വീണയുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളുണ്ട്. അത് മരവിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരമുണ്ട്. വീണയുടെയും വിജയൻ്റെയും മകൻ്റെയും ഒക്കെ വിദേശത്ത് സ്വത്തുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള നീക്കങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണം ചടുലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണെങ്കിലും വീണയെ വീണ്ടും സമൻസ് അയപ്പിച്ച് വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ആ ചോദ്യം ചെയ്യേണ്ട അവസാനം വീണ ഒരുപക്ഷെ അറസ്റ്റിലാകുമോ എന്നുള്ള സംശയവും ഇപ്പോൾ എന്തായാലും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CMRL ED അന്വേഷണം തടയണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ വിധി വെള്ളിയാഴ്ച വരാൻ പോകുന്നുണ്ട്. ആ വിധി എന്തായാലും വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണത്തിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഇനി ആ വിധി CMRL അനുകൂലമാവുകയാണെങ്കിൽ CMRLനെതിരായിട്ടുള്ള ED അന്വേഷണം മാത്രമേ തടസ്സപ്പെടുകയുള്ളൂ. പക്ഷേ വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണം അപ്പോഴും തുടർന്നു പോകും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കാൻ പോവുകയാണ്. വീണ എന്ന് പറയുന്ന വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ മാസപ്പടി കേസ് ഉത്ഭവിച്ചത്. ആ മാസപ്പടി കേസിലെ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് വീണ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. കേരള ഹൈക്കോടതിയിൽ ശ്രമിച്ചു, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ശ്രമിച്ചു, ചെന്നൈ ഹൈക്കോടതിയിൽ ശ്രമിച്ചു, പരോക്ഷമായിട്ട് ഡൽഹി ഹൈക്കോടതിയിലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് 24/11/2024 അവർ കമ്പനി അഫയേഴ്സ് മന്ത്രാലയത്തിന് അവർ സമർപ്പിച്ചു. അതിനെ തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 3 കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. അഡീഷണൽ സെഷൻസ് കോടതി 3-7 കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് 2/4/2025 അപ്പോൾ ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട്. നേരത്തെ സൂചിപ്പിച്ച 27/11/2024 സമർപ്പിക്കപ്പെട്ട ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഏതാണ്ട് 164 പേജിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ വീണയുടെ മൊഴി വിസ്തരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയാണ് ഞാൻ ഇന്ന് ആദ്യമായി എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ആ മൊഴിയുടെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ആ മൊഴിയിൽ വീണ മിക്കവാറും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ ചില അസംബന്ധമായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ നടത്തിയ മാസപ്പടി ഇടപാടിലുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിലെ മിക്കവാറും എല്ലാ വിഷയങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും വീണ താൻ SFIOയ്ക്ക് കൊടുത്ത ആ മൊഴിയിൽ സമ്മതിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ. അതുകൊണ്ട് ഈ വിജയനെയും വീണയെയും അന്ധമായി ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്ന അന്ധം കമ്മികൾ മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ അറസ്റ്റ് വരിച്ച CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ ഇങ്ങ് താഴെ ആര്യ രാജേന്ദ്രൻ വരെയുള്ള എല്ലാ നേതാക്കന്മാരും, വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും SFIOയ്ക്ക് വീണ കൊടുത്ത ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ഇതെന്താണ് എന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേട്ടിട്ട് വേണം ഈ വിഷയത്തിൽ ഇനി അന്ധമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ എന്നാണ് MA ബേബി മുതൽ ആര്യ രാജേന്ദ്രൻ വരെ ഉള്ളവരോട് എനിക്ക് സൂചിപ്പിക്കണം. സുഹൃത്തുക്കളെ, ഈ റിപ്പോർട്ടിലെ 92 മുതൽ
ഉള്ള 92 മുതൽ ഏതാണ്ട് 96 വരെയുള്ള പേജുകളിലാണ് ഈ വീണ വിജയൻ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വീണ വിജയൻ യഥാർത്ഥത്തിൽ കമ്പനി ആക്ട് 2013 സെക്ഷൻ 217 പ്രകാരം 9/10/2024 കൊടുത്ത മൊഴിയാണ് ഞാനിവിടെ വിശദമാക്കാൻ പോകുന്നത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, അവരോട് ഈ CMR ആദ്യം അവർ വികസിപ്പിച്ച ചില സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അവരോട് ആദ്യം ചോദിച്ചത്. അപ്പോൾ അവരെന്തോ ചെറുകിട സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നവർ പറഞ്ഞു. അതിനെ തുടർന്ന് CMRലുമായി അവരേർപ്പെട്ടിട്ടുള്ള 2 കരാറ് അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് എക്സാലോജിക്കും CMRലുമായി ഒപ്പിട്ട കരാറാണ് എന്നുള്ളത് അവർ സമ്മതിച്ചു. അതിനുശേഷം അവരെ CMRൽ നിന്ന് അവർക്ക് ലഭിച്ച 2.78 കോടി രൂപയുടെ ബാങ്ക് രേഖകൾ അവരെ കാണിച്ചു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അവർ അത് ശരിയാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് എക്സാലോജിക്ക് CMRൽ നിന്ന് ഏതാണ്ട് 2,07,00,000 രൂപ വാങ്ങിയിട്ടുണ്ട് എന്നും മൊത്തത്തിൽ 2,78,00,000 രൂപ CMRൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് എന്നുമുള്ളതും അവർ സമ്മതിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു CMRലായിരുന്നു തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റ് എന്നുള്ളതും അവർ പറഞ്ഞു. അതിനുശേഷമുള്ള ചോദ്യം എന്ന് പറയുന്നത് CMRലിൻ്റെ IT പശ്ചാത്തല സൗകര്യം ഇവരുമായിട്ടുള്ള ഇടപാടിന് ശേഷം മാറിയോ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു മാറ്റവും ഉണ്ടായില്ല എന്നാണ് അവർ വിശദീകരിച്ചത്. അടുത്തത് സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് അവരോട് ചോദിച്ചത്. എന്താണ്? ഈ 2.78 കോടി രൂപ CMRൽ നിന്ന് വാങ്ങിയതിന് പകരമായി എന്ത് സേവനങ്ങളാണ് എന്ന് വെച്ചാൽ അത് വളരെ പ്രധാനമാണ്. കാരണം ഈ സേവനങ്ങൾ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടാണല്ലോ ഇപ്പോൾ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സേവനം കൊടുത്തുവെന്ന് അന്തംഗമികൾ പറയുന്നു, എന്നാൽ സേവനം കൊടുത്തിട്ടില്ല എന്ന രേഖകളിലുണ്ട്. അതിലാണല്ലോ തർക്കം. ആ വിഷയത്തിൽ വീണയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ നൽകിയ മറുപടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വളരെ നിർണായകമാണ്. അവർ പറയുന്നത് I was engaged with the CMRL on retainership ബേസിസിലാണ് എന്നെ അവർ എൻഗേജ് ചെയ്തത്. അവർ പറയുന്നത് I had provided advisory and consulting services to the CMRL management with regard to maintenance of their systems, servers and HR softwares. അതായത് CMRലിൻ്റെ സിസ്റ്റംസ്, അവരുടെ സെർവേഴ്സ്, അവരുടെ HR സോഫ്റ്റ്വെയർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അഡ്വൈസറിയുമായും കൺസൾട്ടിംഗ് ആയിട്ടുമുള്ള സേവനങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് I had advised them to keep the software and the systems and servers updated. അതായത് അവരുടെ സിസ്റ്റംസും സോഫ്റ്റ്വെയറിലുള്ള സെർവറുകൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തു. I had asked to recheck the DNS configuration രണ്ടാമതൊന്നുകൂടെ ചെക്ക് ചെയ്യണം എന്ന് ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തു. I had visited the residential office of Karta, wherein he would call his company department heads, and they had only sought my guidance, and I had advised them in the presence of Shashidharan Karta. ഞാൻ ശശിധരൻ കർത്തായുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാളെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരെയെല്ലാം വിളിക്കും, അവരുടെ ഉപദേശം ചോദിക്കും. ഞാൻ അവർക്ക് ശശിധരൻ കർത്തായുടെ മുന്നിൽ വെച്ച് ഉപദേശം കൊടുക്കും. ഇതാണ് അവർ പറയും. I had also advised them to go for an ERP software to streamline their operations. അവരുടെ ഓപ്പറേഷൻ സ്ട്രീംലൈൻ ചെയ്യാനായിട്ട് ഒരു ERP സോഫ്റ്റ്വെയറിലേക്ക് പോകണം എന്നുള്ള ഉപദേശം ഞാൻ കൊടുത്തു. When the management was advised to go for an ERP to streamline their end-to-end operation, they had asked for a customized software exclusively for CMRL, and hence Exalogic was given a contract for design and development of software. അവരൊരു പ്രത്യേക സോഫ്റ്റ്വെയർ CMRL വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഡിസൈനും ഡെവലപ്മെൻറ്റും എക്സാലോജിക്കിനെ ഏൽപ്പിച്ചു. ഈ ERP സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2017 2019 ഇടയിലുള്ള കാലഘട്ടം ഉപയോഗിക്കപ്പെട്ടത്.
അവർ പറയുകയാണ് ദ ഡിസ്കഷൻസ് ഫോർ മെയിൻലി അബൌട്ട് മോഡ്യൂൾസ് ലൈക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പേറോൾ മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി ആൻഡ് സപ്ലൈ ചെയിൻ ആൻഡ് ഫിനാൻസ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നത്. മീറ്റിംഗ്സ് വർ ഹെൽഡ് നോർമലി ആസ് പെർ ദ കൺവീനിയൻസ് ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ടാണ് മീറ്റിങ്ങുകൾ നടന്നത്. There was considerable period of time between the meetings and no urgency was shown by the client on completion of the design. അപ്പം ഈ ഡിസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജൻസി ഒന്നും ക്ലയൻറ്റിനുണ്ടായിരുന്നില്ല. ക്ലയൻറ്റ് അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് മീറ്റിംഗ് കൂടിയത്. ദ കമ്പനി ഹാഡ് റിപ്പീറ്റഡ്ലി സോട്ട് ഫോർ ദ ചേഞ്ച് ഓഫ് ദ മൊഡ്യൂൾസ് ആൻഡ് ഹാഡ് അപ്രീസിയേഷൻ അബൌട്ട് ദ ഹോസ്റ്റിംഗ് ഓഫ് ദ സോഫ്റ്റ്വെയർ. അവർ മാറ്റങ്ങളിലെല്ലാം അവർ വളരെ സന്തുഷ്ടരായിരുന്നു. Subsequently, it was decided by both parties that readily available software in the market can be used. Exalogic was opted out from the scheme of things. I continue to give consultancy to CMRL to choose the best ERP software and implementation partner. അങ്ങനെയുണ്ട്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായിട്ട് 2 വർഷം ചർച്ച നടന്നു. ചർച്ച നടന്നതിന് ശേഷം ഈ 2 പാർട്ടികൾ കൂടി മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വാങ്ങാൻ തീരുമാനിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്നിട്ട് എക്സാലോജിക്ക് ആ സ്കീമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതിനുശേഷവും ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയേ. എന്താണ് നിങ്ങൾ 2,78,00,000 രൂപ അവിടുന്ന് വാങ്ങിയതിന് പകരമായി അവർക്ക് ചെയ്തു കൊടുത്തത് എന്നുള്ളതിനുള്ള വീണയുടെ മറുപടിയാണ് ഞാനിപ്പോൾ വിശദമായി പറഞ്ഞത്. അതിലാദ്യം വീണ പറയുന്നത് എന്താണ്? ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തു, കൺസൾട്ട് ചെയ്യാൻ അവരുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തു. ഇങ്ങനെയുണ്ട്. അവർക്ക് ഞാൻ ഉപദേശം കൊടുത്തു. ഉപദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായൊരു കൃത്യമായൊരു ERP സൊല്യൂഷൻ, ഒരു സോഫ്റ്റ്വെയർ അവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 2017-2019 ഇടയിൽ ചർച്ച നടന്നു. ആ ക്ലയൻറ്റിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ചർച്ച നടന്നത്. ആ ചർച്ചയുടെയൊക്കെ അവസാനം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടെന്നും ഇതിൽ നിന്ന് എക്സാലോജിക്ക് പിന്മാറാമെന്നും വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കാം എന്ന് തീരുമാനിച്ചു എന്നും ആണ് വീണത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ചെയ്ത തെറ്റുകൾ പൂർണ്ണമായി അവർ സമ്മതിച്ചില്ലേ? അവരൊരു ഡെലിവറബിൾസും തിരിച്ചു കൊടുത്തില്ല എന്നവർ പറഞ്ഞില്ലേ? സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ ഇതുപോലൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാറിൽ ഏർപ്പെടുമ്പോൾ തന്നെ കൊടുക്കേണ്ട ഡെലിവറബിൾസ് എന്താണ് എന്ന് കൃത്യമായി പറയും. അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് നടത്തും. ആ ഡെവലപ്മെൻറ്റ് നടത്തി കഴിയുമ്പോഴത്തേക്കും അതിനനുസൃതമായിട്ടുള്ള പണം കൊടുക്കും. ആ പണം കൊടുത്തിട്ട് ആ ഡെലിവറബിൾസ് തീരുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യും. ഇതിൽ 90ാമത്തെ പേജിൽ ഈ വീണ പോയി കഴിഞ്ഞപ്പോൾ അറ്റ്ന എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കമ്പനിയുമായി ഒരു കരാർ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു ടേബിള് ഇതിൻ്റെ 90ാമത്തെ പേജിൽ കൊടുത്തു. അതിൽ പറയുന്നത് നേച്ചർ ഓഫ് വർക്ക് പ്രൊവൈഡ് ഫോർ ആൻ ERP സൊല്യൂഷൻ. അത് അറ്റ്നയും വീണയായിരുന്നപ്പോൾ വീണയും അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സ്റ്റഡി ഓഫ് ദ ബിസിനസ് പ്രോസസ്സസ് കണ്ടക്റ്റഡ്. അറ്റ്ന എന്ത് ചെയ്തു? അറ്റ്ന 7/2/2023 മുതൽ 10/2/2023 വരെ ഒരു ബിസിനസ് പ്രോസസ്സിനെ കുറിച്ചൊരു പഠനം അറ്റ്ന നടത്തി. വീണയുടെ കമ്പനി നടത്തിയില്ല. നോ. സ്റ്റഡി റിപ്പോർട്ട് സബ്മിറ്റഡ്. അറ്റ്ന 32 പേജുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് 2/8/2023 കൊടുത്തു. വീണ ഒരു റിപ്പോർട്ടും കൊടുത്തില്ല. ചെലവ് കോസ്റ്റ് ഇൻകേർഡ് അറ്റ്ന 3.65 ലക്ഷം രൂപ, വീണ 278 ലക്ഷം രൂപ. കോസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്തത് സംബന്ധിച്ച് അറ്റ്നയുമായിട്ട് കോസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്തു. പക്ഷേ വീണയുമായിട്ട് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഡെലിവറബിൾസ് ഫിക്സ്ഡ്. ഓൺലി 50% ഓഫ് പേയ്മെൻറ്റ് ആസ് അഡ്വാൻസ്, റിമൈൻഡർ ഓൺ കൺക്ലൂഷൻ. ഇതാണ് അറ്റ്നയുമായി അവരുമായിട്ട് വീണയുമായിട്ടൊന്നുമില്ല. പേയ്മെൻറ്റ് മെയ്ഡ്. ഫൈനൽ പേയ്മെൻറ്റ് വാസ് മെയ്ഡ് ആഫ്റ്റർ 9 months. അറ്റ്നയെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റ് വാസ് മെയ്ഡ് വിത്തൗട്ട് എനി ഡെലിവറബിൾസ്. വീണയ്ക്ക് പേയ്മെൻറ്റ് വാസ് മെയ്ഡ് വിത്തൗട്ട് എനി ഡെലിവറബിൾസ്. ഫോർമൽ എഗ്രിമെൻറ്റ് എൻറ്റേർഡ്. അറ്റ്നയുമായിട്ടില്ല, പക്ഷേ അവരുമായിട്ടുണ്ട്. നമ്പർ ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്. അറ്റ്ന എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുമായി 80 ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ വീണയുടെ കമ്പനിയുമായി ഒറ്റ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും നടന്നിട്ടില്ല. സുഹൃത്തുക്കളെ, എന്നാലോചിച്ച് നോക്ക്. അപ്പോൾ എന്തൊരു കള്ളത്തരത്തിലാണ് ഇവർ ഈ പണി ചെയ്തതെന്നുള്ളത് കൃത്യമായി തെളിയല്ലേ? അടുത്ത ചോദിക്കുന്നത് എന്താണ്? വെൻ ക്വസ്റ്റ്യൻ ഓൺ ദ ലാക്ക് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അതർ ദാൻ റേസിംഗ് ഓഫ് ഇൻവോയ്സസ്.
ഇൻവോയ്സ് റേസ് ചെയ്ത പണമെല്ലാം മേടിക്കുന്നത്. അതിലുപരിയായി ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? മോസ്റ്റ് ഓഫ് ദ ഇൻട്രാക്ഷൻസ് വിത്ത് ദ CMRL ഹാപ്പൻഡ് ഇൻ പേഴ്സൺ ആൻഡ് സംവെയർ ത്രൂ ഓൺലൈൻ മീറ്റിംഗ്സ്. അത് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താത്ത എന്താണെന്ന് വെച്ചാൽ CMRL ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നേരിട്ട് ആണ് കണ്ടുകൊണ്ടിരുന്നത്, ചിലത് ഓൺലൈൻ മീറ്റിങ്ങിലായിരിക്കും. The management of CMRL was more comfortable in personal meetings and hence there is no email communication. അതായത് or other documentary correspondence regarding the software design and development. The invoices were only sent to CMRL through. അപ്പം CMRLന്റെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട, നേരിട്ട് സംസാരിക്കുന്നതിൽ അവർക്ക് താല്പര്യമായിരുന്നു, അതുകൊണ്ടാണ് ഇമെയിൽ അയക്കായിരുന്നത്. അങ്ങനെയുണ്ട്. അറ്റ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഇടയിൽ 80 ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ CMRLുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ വീണയുടെ കമ്പനി ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും നടത്തിയില്ല. ചോദിച്ചാൽ പറയുകയാണ് എന്താണ്, ഈ CMRL ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് സംസാരിക്കുന്നതായിരുന്നു താല്പര്യം. When questioned on why Exalogic was stopped raising invoices after IT search in January, അതായത് ജനുവരി 2019 IT സെർച്ച് നടന്നതിന് ശേഷം പിന്നെ CMRLുമായിട്ട് എക്സാലോജിക്ക് ഇമെയിൽ അയക്കുന്നത് നിർത്തിയത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മറുപടി, ദർ വാസ് നോ കണക്ഷൻ വിത്ത് ദി IT സെർച്ച് ആൻഡ് പേയ്മെൻറ്റ്സ്. IT സെർച്ചുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. It was mutually decided in mid-2019 that it is best for CMRL to go with an existing readily, അതായത് 2019 തുടക്കത്തിൽ മധ്യത്തിൽ തന്നെ ഒരു റെഡിലി അവൈലബിൾ ERP സൊല്യൂഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഇൻവോയ്സുകൾ പിന്നീട് അയക്കാഞ്ഞത്. എന്നിട്ട് അവസാനത്തെ ചോദ്യം എന്തുണ്ട്? When asked to provide documentary evidence to show that any service is rendered by her, നിങ്ങൾ അവർക്ക് കൊടുത്ത എന്ത് സേവനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രോജക്റ്റ് നിർത്തിയത് കൊണ്ട് ഡോക്യുമെൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. സിൻസ് ദ പ്രോജക്റ്റ് വാസ് സ്ക്രാപ്ഡ് ആൻഡ് ദ ഇൻട്രാക്ഷൻസ് വിത്ത് CMRL വാസ് ഇൻ പേഴ്സൺ, അവരുമായിട്ട് നേരിട്ടാണ് ഇടപെട്ടത് എന്നുള്ളത് കൊണ്ട് ഡോക്യുമെൻറ്റുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ശശിധരൻ കർത്ത വാസ് doing the interactions with me and with a team of people and it was all person to person. ശശിധരൻ കർത്ത ഞാനുമായിട്ട് നേരിട്ടാണ് ചർച്ചകൾ നടത്തിയിരുന്നത്, അതുകൊണ്ട് തന്നെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് രേഖകളൊന്നുമില്ല. All the workings related to CMRL were only in the systems used in Exalogic and since the company was closed long back, I do not have any other documentary evidence. അതായത് CMRLുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും കമ്പ്യൂട്ടറിലാണ് ഉണ്ടായിരുന്നത്, എക്സാലോജിക്കിൻ്റെ കമ്പ്യൂട്ടറിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ടും എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി നേരത്തെ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതുകൊണ്ടും എൻ്റെ കയ്യിൽ പിന്നെ രേഖാപരമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. SFIO നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണ വിജയൻ കൊടുത്ത വിശദമായിട്ടുള്ള മൊഴിയാണ് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വെച്ചത്. എല്ലാ കുറ്റങ്ങളും അവർ സമ്മതിക്കുകയാണ്. ഒരു ഡെലിവറബിൾസുമില്ല, എല്ലാം ഉപദേശം നേരിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷനുമില്ല, എല്ലാം നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഡോക്യുമെൻ്ററി എവിഡൻസുമില്ല, കാരണം എല്ലാ കർത്തയുടെ ടീമുമായിട്ട് നേരിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സാലോജിക്കിൻ്റെ പിന്നെ കമ്പ്യൂട്ടറിലായിരുന്നു. പക്ഷേ ആ കമ്പനിയുടെ പ്രവർത്തനം നേരത്തെ അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. ഇതാ വീണ വിജയൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതിലപ്പുറം എന്ത് തെളിവാണ് സുഹൃത്തുക്കളെ വേണ്ടത്? ഇവർ ഈ പണം മേടിച്ചത് മാസപ്പടിയായിട്ടാണെന്നും ഇവരൊരു ചുക്കും ചുണ്ണാമ്പും CMRL ചെയ്തു കൊടുത്തില്ലെന്നും ഇവർക്ക് SFIO ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്നും ഇവരുടെ ഒരു രേഖയുമില്ലായിരുന്നുവെന്നും ഒരു തെളിവുമില്ലായിരുന്നുവെന്നും ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നുവെന്നും ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് എന്നാണ് MA ബേബി മുതൽ ആര്യ രാജേന്ദ്രൻ വരെയുള്ളവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. കൃത്യമല്ലേ ഇത് അഴിമതിയാണ് എന്നുള്ളത്? ഒരു ഡെലിവറബിൾസും കൊടുക്കാതെ CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വിജയൻ്റെ മകൾ വീണ മേടിച്ചു എന്നുള്ളതിന് ഇനി എന്തു തെളിവാണ് കൂടുതൽ വേണ്ടത് എന്നാണ് അന്തം കമ്മികളോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്.